ഇത്രയും മീഡിയാസ് ഇവിടെ എത്തിച്ചേർന്നതിലുള്ള നിങ്ങളാണ് ഞങ്ങളുടെ അതിഥികൾ, ഞങ്ങൾ കോർഡിനേറ്റേഴ്സ് ആണ്. അപ്പം അതിനുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മുടെ ഈ ദുരന്തമുഖത്തിൽ തലങ്ങളിച്ചിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ ഒരു നിമിഷം നമുക്ക് ഒന്ന് മൗനം ആചരിച്ചതിന് ശേഷം തുടങ്ങാവുന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്ലീസ്. അപ്പൊ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ പ്രതിനിധികൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ ഞങ്ങള് കുറച്ചു പേര്, ഒരു 10-20 പേര് ഒരു കഴിഞ്ഞ ഏതാണ്ട് 3 മാസക്കാലമായിട്ട് കാണുന്നത് ഒരേ സ്വപ്നങ്ങളാണ്. ഒരു സ്വപ്നത്തിന്റെ പിന്നാലെയായിരുന്നു ഞങ്ങളുടെ സഞ്ചാരം. നിറമുള്ള ആ സ്വപ്നത്തിന് ഒരു പേര് വേണമെന്ന് തോന്നിയപ്പോ ഞങ്ങൾ അതിനൊരു പേരിട്ടു. ആ സ്വപ്നത്തിന്റെ പേര് ഇന്ന് ഞങ്ങളെ നിങ്ങളോട് ജനങ്ങളിലേക്ക് നമ്മുടെ ഈ സ്വപ്നത്തിന്റെ പേര് പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചടങ്ങായിട്ടാണ് നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം ഞങ്ങളുടെ ഡയറക്ടർക്കും ഞങ്ങളുടെ ക്രൂവിനും പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഈ ടീമിലെ സ്വപ്നം എന്താണെന്ന് നമുക്ക് അറിയാം. സിനിമ എന്നൊരു സ്വപ്നമാണ്. ചിരപരിചിതമായ വളരെ 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 കുറച്ച് മുഖങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ഈ കൂട്ടത്തിൽ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തിനാണ് ഇത്രത്തോളം സോഷ്യൽ മീഡിയയെ നമ്മൾ വിളിച്ചു വരുത്തിയിട്ട് ഇത്തരം കാര്യങ്ങൾ പറയുന്നത് എന്നുള്ളതിനുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഓരോരുത്തരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഞങ്ങളുടെ സ്വപ്നത്തിന്റെ സാരഥിയായിട്ടുള്ള, ഞങ്ങളെ സ്വപ്നം കാണിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീമാൻ ബാലു എസ് നായർ എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രിയങ്കരനായ ഡയറക്ടറെ ഞാൻ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ബാലു എന്നാണ്. ബാലു എസ് നായർ എന്നാണ് പേര്. ഒരു 2006 ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് കലാഭവൻ ഷാജോൺ ഡയറക്ട് ചെയ്തൊരു സീരിയലിലൂടെ അഭിനയിച്ച് വന്നതാണ്. ഇപ്പോൾ ഒരു 18 വർഷമാകുന്നു അത് അങ്ങനെ പോകുന്നു. സീരിയൽസ്, വെബ് സീരീസ്, ഷോർട്ട് ഫിലിംസ്, ആൽബംസ്, കവർ സോങ്സ്, അഡ്വർടൈസ്മെന്റ്സ്, അങ്ങനെ നമ്മൾ ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. സിനിമയിലും പിന്നണിയിലും നമ്മൾ പല രീതിയിലും പ്രവർത്തിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഒരു സിനിമയുടെ സാരഥിയായിട്ട്, ഒരു ഡയറക്ടറായിട്ട് ഞാൻ ഫസ്റ്റാണ് ഇപ്പം ഇങ്ങനൊരു സിനിമ സംവിധാനം ചെയ്യുന്നത്. അപ്പം അതെൻ്റെ ഡെബ്യൂ മൂവിയാണ്. ആ കൂട്ടത്തിൽ എൻ്റെ ഒപ്പം ഇത്രയും ആളുകളും എൻ്റെ ടീമും കൂടെ ഉണ്ടെന്ന് പറയുന്നതിന് ഏറ്റവും വലിയ സന്തോഷം. ഓക്കെ, എൻ്റെ മെന്റർ കലാഭവൻ ഷാജോണാണ് ഞാൻ പറഞ്ഞതുപോലെ. അപ്പം അദ്ദേഹത്തിന്റെ ഒരു ഡയറക്ഷൻ മെത്തേഡ് കണ്ടിട്ടാണ് എനിക്കും ഡയറക്ടറാണെന്ന് തോന്നിയത്. അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ ടീം ഉണ്ടായിരുന്നുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു മൂവി ഡയറക്ട് ചെയ്യുന്ന ഒരു പൊസിഷനിൽ ഇരിക്കാൻ പറ്റുന്നത്. തിരക്കഥ സംഭാഷണം സംവിധാനം ചെയ്യുന്നത് ബാലു എന്നാണ് എൻ്റെ പേര്. ഞാനൊരു ആക്ടറും കൂടാണ്. ഞാൻ ഇതിലും ഒരു ചെറിയ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. ഇതിലെ മറ്റ് മേഖലകളിൽ നിൽക്കുന്നതിനെ കൂടെ ഞാൻ പരിചയപ്പെടുത്താം. എൻ്റെ സിനിമാറ്റോഗ്രാഫർ എന്ന് പറയുന്നത് TJ സുമിത് ആണ്. ഇതാണ് TJ സുമിത്. അദ്ദേഹത്തിന്റെയും മലയാളത്തിലെ ഡെബ്യൂ മൂവിയാണ്. ആദ്യമായി അദ്ദേഹം മലയാളത്തിൽ എന്താ പറയുക ഛായാഗ്രഹണം ചെയ്യാൻ പോകുന്ന സിനിമ നമ്മുടെ സിനിമയാണ്. പിന്നെ ഈ ഒരു സിനിമയ്ക്ക് ഒരു ഡിഫറെന്റ് മോഡ് ആയതുകൊണ്ട് തന്നെ ഈ സിനിമ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് എങ്കിലും നമ്മൾ കണ്ട് പരിചിതമായ ഒരു ജോണർ അല്ല ഇതിൽ നമ്മൾ പരീക്ഷിച്ചിരിക്കുന്നത്. ഒരു എക്സ്പെരിമെന്റൽ ആണ്. അപ്പൊ അതിലേക്ക് നമ്മൾക്ക് ഒരുപാട് പുതുമുഖങ്ങൾ ഇതിലുണ്ടെങ്കിലും മേജറായി വരുന്ന ഒരു 3 നായകന്മാർ ഈ സിനിമയിലുണ്ട്. അത് പുതുമുഖങ്ങളാണ് ഒരു 3 പേരും. അവരെ ഞാൻ ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഇവർ മാത്രമല്ല, ഇതല്ലാതെ നായകന്മാർ വേറെയും ഉണ്ട്. കഥ തന്നെയാണ് ഹീറോ. എപ്പോഴും ലെജൻസ് പറയുന്ന പോലെ സ്റ്റോറി തന്നെയാണ് ഇതിലും ഹീറോ. ബട്ട് എൻ്റെ 3 നായകന്മാരെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന 3 നായകന്മാരെ കൂടെ ഞാൻ ഇവിടെ നിങ്ങൾക്ക് മുന്നിലേക്ക്, ഇവർ 3 പേരും എൻ്റെ ജ്യേഷ്ഠ സഹോദരന്മാരെ പോലാണ്. ഞങ്ങളൊരു ഫാമിലിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഇരിക്കുന്ന ഓർഡറിൽ തുടങ്ങാം. അതല്ലാതെ വേറൊരു ഓർഡറൊന്നും ഇല്ല ഇതില്. സക്കറിയ ചേട്ടൻ, സക്കറിയ, ജോർജ് സിയ, ദേവി പ്രസാദ്, ഇവർ 3 ഈ സിനിമയിലെ സുപ്രധാനമായ 3 വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ്. അതും ഒരു പുതുമുഖമാണ്. ഞാൻ പ്രസന്റ് ചെയ്യുന്ന ആർട്ടിസ്റ്റാണ് ജലീൽ, ടിപ്ടോപ്പ് ജലീൽ. ഞങ്ങളുടെ നിർമ്മാതാവായിട്ടുള്ള അരുണിനെയും ഞാൻ ഈ ഒരു വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അരുണിന്റെയും ഫസ്റ്റ് മൂവിയാണ് ആസ് എൻ ഇൻഡിപെൻഡന്റ് പ്രൊഡ്യൂസർ. ഇതിനു മുമ്പ് പല സിനിമകളുടെ ഭാഗമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിനിമയിലൂടെ അദ്ദേഹം ഒരു ഇൻഡിപെൻഡന്റ് പ്രൊഡ്യൂസറായിട്ട് എത്തുന്നത്. വെൽക്കം. ഒരു മലയാളി ഫേസ് ആവാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് കുറച്ചു കാലമായിട്ട് എൻ്റെ ഫ്രണ്ടായിരുന്ന, നമുക്ക് നിങ്ങൾ പലർക്കും അറിയാമായിരിക്കാം, നമ്മുടെ ദുൽഖറിന്റെയൊക്കെ കാവ്യങ്ങളിലെല്ലാം നല്ലൊരു സുപ്രധാനമായിട്ടുള്ള ഒരു വേഷം കൈകാര്യം ചെയ്തിട്ടുള്ള, ബോളിവുഡിൽ ഇപ്പം അത്യാവശ്യം തിരക്ക് കൂടി വരുന്ന ഡോണ മുൻഷി,
ഈസ് ഓൾസോ പാർട്ട് ഓഫ് എ ഫിലിം. വെൽക്കം ഡോണ. ആൻഡ് ദെൻ ഞങ്ങളുടെ ടീമിൽ കുറച്ചധികം കാലമായിട്ട് ഞങ്ങളോടൊപ്പം സഹകരിച്ച് പോകുന്ന ഞങ്ങളുടെ ഒരു ജ്യേഷ്ഠനായിട്ട്, പ്രായം കൊണ്ടല്ല കേട്ടോ, ആ ഒരു ബഹുമാനം കൊണ്ട് പറയാണ്, ഞാൻ ഏറെ എന്താ പറയുക ആദരിക്കുന്ന ഒരു കലാകാരനുണ്ട് ഇവിടെ, RLV രാമകൃഷ്ണൻ. ഇവരൊന്നും ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് എനിക്ക് അറിയാം, എന്നാലും നമ്മുടെ ഈ ഒരു ഒഫീഷ്യലി ഇങ്ങനെ ഒരു പരിപാടി വിളിക്കുമ്പോൾ ഞാൻ പറയാമല്ലോ. പിന്നെ ഈ സിനിമയിൽ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കഥാപാത്രം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിലൊരു നായക കോൺസെപ്റ്റ് അല്ല എങ്കിൽ പോലും ഈ സിനിമയിൽ വളരെ സുപ്രധാനമായിട്ടുള്ളൊരു വേഷം കൈകാര്യം ചെയ്യുന്നത് എൻ്റെ ബ്രദറായിട്ടുള്ള റോക്കിയാണ്. റോക്കിക്ക് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല എന്ന് എനിക്കറിയാം, എങ്കിലും അപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ, ഞാൻ സ്വന്തം കാണാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എൻ്റെ കൂടെ നിന്ന് ഇവിടെ വരെ എത്തിച്ചിരിക്കുന്ന എൻ്റെ രാജൻ ചേട്ടൻ, രാജൻ ഭാസ്കരൻ ഞാൻ അപ്പം അത്യാവശ്യപ്പെട്ട് നമ്മളിങ്ങനെ ഒരു പ്രസ് മീറ്റ് നമ്മൾ തുടങ്ങിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ അടുത്ത് കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മിഥുന മാസം അവസാനിക്കുന്ന ദിവസം നമ്മളൊരു പൂജ നടത്തിയിരുന്നു, ഒരു പൂജാ സെറമണി നടത്തിയിരുന്നു. അത് ലേ മെറിഡിയനിൽ വെച്ചിട്ടായിരുന്നു നമ്മൾ പൂജ നടത്തിയത്. അപ്പൊ പൂജ നടത്തിയതിന്റെ കാരണം വേറൊന്നുമല്ല, ഈ പറഞ്ഞ പോലെ കുറച്ച് വിശ്വാസങ്ങളൊക്കെ ഉണ്ടല്ലോ, കർക്കിടക മാസം തുടങ്ങുന്നതിന് മുമ്പ് പൂജ നടത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നടത്തിയ ഷൂട്ട് ഈ മന്ത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ഒരു പോർഷൻ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും മേജർ പോർഷൻ നമ്മൾ ഈ ഒരു മന്ത് ഹാഫ് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തുള്ളൂ. അപ്പൊ പൂജ നടത്തിയതുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. റോക്കിയും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, റോക്കി എന്നൊക്കെ പറയുന്നത് എന്റെ സുഹൃത്തും കൂടാണ്. അതുപോലെ തന്നെ നാദ്ര, എന്റെ മറ്റൊരു സുഹൃത്താണ്, നിങ്ങൾക്ക് അറിയാം നാദ്ര എന്നത്, ബിഗ് ബോസ് നെയിം. നാദ്ര എല്ലാം അതിൽ പങ്കെടുത്തിരുന്നു. അപ്പം നമ്മൾ ഈ പൂജ തന്നെ അധികം മീഡിയയോട് അറിയിച്ചിരുന്നില്ല, കാരണം പതുക്കെ നമുക്കിത് റിവീൽ ചെയ്ത് വരാം എന്നുള്ളൊരു ധാരണയിലായിരുന്നു ഇരുന്നിരുന്നത്. പക്ഷെ അവിടെ എത്തിച്ചേർന്ന മീഡിയ കുറച്ച് പേർ, ആരൊക്കെയാന്ന് കൃത്യമായി അറിയില്ല, എങ്കിൽ പോലും കുറച്ച് പേർ അത് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായി. ഞങ്ങളായിട്ട് ഇതുവരെ എങ്കിലും അപ്ലോഡ് ചെയ്തിട്ടില്ല അതിന്റെ ഒരു ഡീറ്റെയിൽസും. പക്ഷെ സോഷ്യൽ മീഡിയയിൽ റോക്കിയും നദിനും എല്ലാം പങ്കെടുത്ത് അപ്ലോഡ് ചെയ്തതിന്റെ കൂട്ടത്തിൽ രണ്ടുമൂന്ന് തെറ്റായ ധാരണകളും കൂടെ പുറത്തെത്തിയിരുന്നു. ഒന്ന്, നമ്മുടെ പ്രൊഡക്ഷൻ ഹൗസിന്റെ പേരുമായി ബന്ധപ്പെട്ട ചെറിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ദ പ്ലാൻ ബി മോഷൻ പിക്ചേഴ്സ്, സോറി ദ പ്ലാൻ ബി അല്ല, പ്ലാൻ ബി മോഷൻ പിക്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊഡക്ഷൻ കമ്പനി ഉള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ലവ് പോലുള്ള സിനിമകൾ, ഇപ്പോഴും ഒരുപാട് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലാൻ ബി മോഷൻ പിക്ചേഴ്സിനെ എല്ലാവർക്കും അറിയാം. ഈ പ്ലാൻ ബി മോഷൻ പിക്ചേഴ്സ് എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കമ്പനി സിനിമകൾ ചെയ്തു തുടങ്ങുന്നതിന് മുമ്പ് ദ പ്ലാൻ ബി എന്റർടൈൻമെന്റ് എന്ന പേരിൽ ഒരു പ്രൊഡക്ഷൻ ഹൗസിൽ സീരീസും ഡോക്യുമെന്ററീസും ഷോർട്ട് മൂവീസും എല്ലാം ചെയ്തിരുന്ന ഒരു ടീമായിരുന്നു ഞങ്ങളുടെ. അപ്പം ദ പ്ലാൻ ബി എന്റർടൈൻമെന്റ് എന്നുള്ള പേരിലാണ് ഞങ്ങൾ സിനിമ ചെയ്യാൻ ആഗ്രഹിച്ചത്. ആ ഒരു പ്രൊഡക്ഷൻ കമ്പനി